ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ഓഗസ്റ്റ് 15 ആവാനായില്ലേ, ആ ഒരു ടൈമിൽ കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്ന മക്കൾക്ക് നമുക്ക് ഈ ഒരു ഫ്ലാഗിൻ്റെ കളറിലുള്ള എയർ ബെൻഡ്, എയർ ക്ലിപ്പ്, അതേപോലെ തന്നെ മാല ഒക്കെ നമുക്ക് ഒപ്പിച്ച് കൊടുക്കുന്ന ആ ഒരു ടൈമാണല്ലോ. അപ്പോൾ ഇനി ഇതുപോലുള്ള ഐറ്റംസ് ഒന്നും വീട്ടിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് തന്നെ എയർ ബെൻഡ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിൻ്റെ കറക്റ്റ് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ആ ഒരു ഫ്ലാഗിൻ്റെ 3 കളറും എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റിബണാണ് കേട്ടോ, നമ്മൾ സാധാരണ കടകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള റിബൺ ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഒരു എയർ ബാൻഡിലേക്ക് റെഡിയാക്കാനായിട്ട് 1/2 മീറ്റർ വീതം റിബൺ വേണം. പിന്നെ ഇപ്പോൾ ഇതുപോലെയുള്ള ഏത് ഫ്രെയിം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ വന്നിട്ടുള്ളത് സാറ്റിൻ റിബന് കവർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും, ഏത് കളറിൽ വേണമെങ്കിലും കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഈ ഒരു ഗ്രീൻ കളറിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു നൂലും സൂചിയും വേണം. പിന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് ഗ്ലൂ വേണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ B7000ൻ്റെ ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഗ്ലൂ ഗൺ കയ്യിലുണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം. ഈ B7000 ഗ്ലൂ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഒട്ടിക്കിട്ടാണ്, പക്ഷേ കുറച്ച് ടൈം ഒന്ന് കഴിഞ്ഞാൽ തന്നെ നല്ലതുപോലെ തന്നെ ഒട്ടി നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോ കളറും നമുക്ക് 1/2 മീറ്റർ വീതമാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ 1/2 മീറ്റർ കറക്റ്റായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് ഫ്ലവർ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു 2 ഭാഗവും ഒന്ന് ചൂടാക്കിയിട്ടെടുക്കണം. അപ്പോൾ അതിൻ്റെ നൂലൊന്നും വിട്ടു പോരാതിരിക്കാനാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് കാണിച്ചു കൊടുത്താൽ മതി, ഓവർ ഉരുക്കിയെടുക്കേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയപ്പോഴേക്കും അതവിടെ ഫിക്സ് ആയിട്ട് നിന്നോളൂ. അപ്പോൾ നൂലൊന്നും ഇളകി പോരാത്ത രീതിയിൽ കിട്ടും. ഇനി നമുക്ക് സൂചി നൂലും വെച്ചിട്ട് ഇതുപോലെ ഒരു സൈഡ് ഭാഗത്തായിട്ട് മാത്രമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം, സാധാ റണ്ണിങ് സ്റ്റിച്ച് തന്നെ കൊടുക്കുക. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 1/2 മീറ്റർ റിബൺ ഉണ്ടാകുമ്പോഴാണ് കുറച്ചൊക്കെ തിക്കായിട്ടുള്ള കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമുക്ക് ആ റിബൺ മുഴുവനായിട്ട് തന്നെ കവർ ചെയ്തിട്ടെടുക്കാം. ഒരു സൈഡ് ഭാഗത്ത് മാത്രമായിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് ആ ഒരു റിബൺ മുഴുവനായിട്ട് തന്നെ തുന്നിയെടുക്കാം. അപ്പോൾ നൂലെടുക്കുമ്പോൾ ഇതിൻ്റെ കളറ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ നൂലൊന്നും നമുക്ക് പുറത്തുനിന്നൊന്നും കാണാത്ത രീതിയിൽ ചെയ്തെടുക്കുക. ഇനി ഇത് മുഴുവനായിട്ട് തന്നെ തുന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കാം. അപ്പോൾ നൂല് പൊട്ടിപ്പോവാതെ നല്ലതുപോലെ തന്നെ ടൈറ്റായിട്ട് തന്നെ വലിച്ചു കൊടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ തുടങ്ങിയ ഭാഗം ഉണ്ടല്ലോ, ആ സ്റ്റാർട്ട് ചെയ്ത ആ പോയിൻ്റ്, ആ ഒരു ഭാഗത്തേക്ക് തന്നെ ഒന്നുകൂടി തുന്നിയിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്ന രൂപത്തിൽ ആക്കി കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വലിച്ച് ടൈറ്റാക്കിയിട്ട് വേണം തുന്നിക്കൊടുക്കാൻ. അപ്പം ഉണ്ടല്ലോ, ഫസ്റ്റ് ആ ഒരു ഭാഗത്തേക്ക് തന്നെ ഒന്നുകൂടെ തുന്നി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കെട്ടിട്ട് കൊടുത്തിട്ടില്ല, തുന്നിയെടുക്കുക ആ ഒരു ഭാഗത്തേക്ക് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വലിച്ച് കൊടുക്കുക. അപ്പോൾ നൂല് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണേ. ഉണ്ടോ, ഇനി 2-3 പ്രാവശ്യം അതുപോലെ തുന്നിയെടുത്തിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അയിഞ്ഞ് പോവാത്ത രീതിയിൽ നമുക്കിത് കെട്ടിട്ട് കൊടുക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ബാലൻസ് വരുന്ന ആ ഒരു നൂല് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഞാനിപ്പോൾ 1-2 കെട്ടും കൂടെ കൊടുക്കുകയാണ് കേട്ടോ, കാരണം അയിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടല്ലോ, ഇനി ബാലൻസ് വന്നിട്ടുള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കറക്റ്റായിട്ട് ഒന്ന് റെഡിയാക്കി കൊടുത്താൽ കണ്ടല്ലോ, നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ട് സിമ്പിളല്ലേ ഇത് ചെയ്തെടുക്കാൻ, അധികം സ്റ്റെപ്പും അധികം പ്രയാസമൊന്നുമില്ല. ഇനി ഇതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് നമുക്ക് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ബീഡ് വെച്ച് കൊടുക്കാം, ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ സാധാരണ കുറച്ച് വലിപ്പത്തിലുള്ള മുത്തൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് കണ്ടല്ലോ, ഇതുപോലെയുള്ളൊരു ബീഡാണ്, അത് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ തുന്നി പിടിപ്പിക്കുന്നതാണെങ്കിൽ നമുക്കതിൻ്റെ സെൻറ്ററിലായിട്ട് തുന്നി കൊടുക്കാം. ഇതിപ്പോൾ ഒട്ടിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗ്ലൂ വെച്ചിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കാം.
അപ്പോൾ ഇത് അത്യാവശ്യം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലൂ ഗണ്ണ് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. ഈ ഒരു 7000 ആയതുകൊണ്ട് കുറച്ച് ടൈം ഇതുപോലെ ഒന്ന് അമർത്തി പിടിച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോഴേക്കും നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടും. അപ്പോൾ ഞാനിപ്പം 3 കളറും ആ ഒരു രീതിയിൽ തന്നെ ഫ്ലവർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ആ ഒരു ബോയിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് സൈഡിൽ വേണമെങ്കിലും ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാം, അതല്ല സെൻറ്ററിൽ വേണമെങ്കിലും അതുപോലെ. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ 3 വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ വൈറ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അതിന് ശേഷം മറ്റേത് രണ്ടും 2 ഭാഗത്തായിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതുപോലുള്ള സാറ്റിൻ റിബൺ കവർ ചെയ്തിട്ടുള്ള ബോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചില്ലേ ആ ഒരു ഗോൾഡൻ കളറിലുള്ളത്, അതുപോലെയുള്ളതാണെങ്കിൽ നമുക്ക് റിബണ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് എടുക്കണം. ആ ഒരു ഫ്രെയിമിൽ റിബണൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ടൈം ഒന്ന് പിടിക്കുമ്പോഴേക്കും അത് നന്നായിട്ട് തന്നെ ഫിക്സ് ആയിട്ട് കിട്ടും. ആ ഒരു രീതിയിൽ 3 ഫ്ലവറും നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 3 ഫ്ലവറും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഒട്ടിക്കിട്ടും കേട്ടോ. ആ ഒരു B1000 ആ ഒരു ഗ്ലൂ നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടും. അപ്പോൾ ഇതാ 3 കളറും ഞാനിപ്പോൾ സെൻറ്റർ ഭാഗത്തായിട്ട് തന്നെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒന്ന് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളതിൽ നമ്മൾ സാധാരണ തയ്യലൊക്കെ ചെയ്യുമ്പോൾ എടുക്കല്ലോ ക്യാൻവാസ്, അതാണ് കേട്ടോ. അത് ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ എടുത്തതാണ്. അതിന് പകരം കറക്റ്റായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഫെൽറ്റ് ഷീറ്റ് വാങ്ങാൻ കിട്ടും. ഈ ഒരു ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങുന്ന കടയിൽ നിന്ന് തന്നെ നമുക്ക് ഫെൽറ്റ് ഷീറ്റ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ചോദിച്ച് വാങ്ങിക്കുക ഫെൽറ്റ് ഷീറ്റ്. എന്നിട്ട് റൗണ്ടിൽ വേണമെങ്കിൽ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫ്ലവറിൻ്റെ അടിഭാഗത്തൊക്കെ വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടും വേണമെങ്കിലും നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഫിക്സ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ എയർ ബെൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലിപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അത് മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് മക്കൾക്കൊക്കെ പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. കണ്ടല്ലോ, നല്ല കാണാൻ നല്ല ഭംഗിയായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടാവും ഇതുപോലെയൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇനി പുറത്തുനിന്നൊന്നും വാങ്ങാതെ ഇതുപോലുള്ള ഐറ്റംസൊക്കെ മക്കൾക്ക് റെഡിയാക്കി കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.